ഒരു പേഷ്യന്റിന് ഏത് ഡോക്ടറുടെ അടുത്തോ അല്ലെങ്കിൽ ഏതൊരാളുടെ അടുത്ത് പോകണം എന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷൻ എല്ലാം മെയിലായാലും ഫീമെയിലായിട്ടുണ്ട്. ചിലർക്ക് തോന്നും ഞാനൊരു സൈക്യാട്രിസ്റ്റിനാണോ പോയി കാണേണ്ടത്, ആണുങ്ങൾക്ക് ചിലപ്പോൾ ഞാനൊരു യൂറോളജിസ്റ്റിനെയാണോ കാണേണ്ടത്, ഓർ ഷുഡ് ഐ സി എ ഗൈനക്കോളജി. ദർ ആർ മൾട്ടിപ്പിൾ വേരിയഡ് ഓപ്ഷൻസ്. എല്ലാവർക്കും മെഡിസിൻസ് ആയിരിക്കും ഈ ഒരു ബ്രാഞ്ചസ് തരാം. ബട്ട് ഇപ്പോൾ മാഡമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ യു ഹാവ് എ ഡിഫറെൻറ്റ് അപ്രോച്ച്. സോ ആരാണ് ഹൂ ഈസ് ദ റൈറ്റ് പേഴ്സൺ ഒരു പേഷ്യൻ്റ് പോകേണ്ടത്? സെക്ഷൽ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടർ MBBS ഡോക്ടറായാലും സാരമില്ല, അവരുടെ അടുത്തേക്കും പോകാം. എന്നാൽ എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിന് സെക്ഷൽ ഹെൽത്ത് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ സമയം കിട്ടുക പോലും ഇല്ല. ഇനി ചെയ്താൽ തന്നെ അവർ പറയുക ഒരു ഹൈമനെക്ടമി എന്തെങ്കിലും ചെയ്യാം വജാനിസ്മസിന് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ലൂബ്രിക്കൻ ജെല്ല് കൊടുക്കും, അല്ലെങ്കിൽ എന്താ ഇത് എല്ലാവരും ചെയ്യുന്നതല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എന്ന് പറയും. യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ കുറേ ടെസ്റ്റുകൾ ചെയ്യും. ഇറക്ഷന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇറക്ഷൻ്റെ അത് ശരിയാക്കാൻ മരുന്ന് കൊടുക്കും. സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അവരും മരുന്ന് കൊടുക്കും. ഇനി ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കും. ഹോളിസ്റ്റിക് അപ്രോച്ചാണ് വേണ്ടത്. അപ്പോൾ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ സമഗ്രമായ ഒരു അപ്രോച്ച്, അത് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സും നൽകുന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് പോകേണ്ടത്, ഒരു ദമ്പതികൾ പോകേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും അവരെന്തെങ്കിലും ഒരു സെക്ഷൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ പോകേണ്ടത് അങ്ങനത്തെ ഇഷ്യൂ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടറുടെ അടുത്താണ്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരു എന്തുവാ MD മെഡിസിൻ അല്ലെങ്കിൽ MD ഡെർമറ്റോളജി അല്ലെങ്കിൽ ഇങ്ങനെ MD ജനറൽ സർജൻ, MS ജനറൽ സർജറി എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു വിഭാഗം പ്രത്യേകമായിട്ടില്ല. പക്ഷെ ഈ ഒരു ഭാഗം ഇപ്പോൾ മാഡം ഇത് ചെയ്യേണ്ട എവ്രി വൺ നോസ്. ഇപ്പോൾ ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, ഇങ്ങനെ വേറൊരാൾ അവരുടെ വീടിൻ്റെ അടുത്തുണ്ട്, അതൊരു ക്വാക്കാണോ അതോ ഒരു ജെന്യുവൻ ആയ ഒരു പ്രാക്ടീഷണർ? ഹൗ ക്യാൻ വി ഡിഫറൻഷിയേറ്റ്? വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ക്വാക്സ് കൂടാതിരിക്കാൻ നമ്മൾ മോഡേൺ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ്, അതായത് നമ്മൾ MBBS കഴിഞ്ഞിട്ട് ഒന്നുകിൽ PG എടുത്തവർ, അതല്ലെങ്കിൽ MBBS കഴിഞ്ഞ് ഇതിലേക്ക് പോകുന്നവർ, ഈ മോഡേൺ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് കൂടുതൽ ഈ ഒരു സെക്ഷൽ മെഡിസിൻ അത് എടുത്ത് ആ ഒരു സെക്ഷൽ ഹെൽത്ത് കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി, അതിന് വേണ്ട ആ ഒരു അറിവുകളെല്ലാം നേടി അത് ജോലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലേ ക്വാക്സിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങുള്ളൂ. അതല്ലാത്തിടത്തോളം കാലം ഈ ഒരു പ്രശ്നം ഇത്രത്തോളം ഉള്ളത് കാരണം ആരെങ്കിലും ഒരാളുടെ അടുത്ത് പോകണ്ടേ ഇവർക്ക്. അപ്പം നമ്മളില്ലെങ്കിൽ നല്ലതല്ല അതിൻ്റെ അടുത്ത് പോകും. ഇപ്പം നമ്മളിപ്പം നട്ട്സ് കഴിക്കണം, സീഡ്സ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം, വെജിറ്റബിൾസ് കഴിക്കണം, ഇതൊക്കെയാണ് ആരോഗ്യപരം എന്ന് പറയുന്നു. ഇതൊന്നും വീട്ടിലില്ല. തൊട്ടടുത്ത് ബേക്കറി ഉണ്ട്, അവിടെ പഫ്സ് ഉണ്ട്, ജിലേബി ഉണ്ട്, ഹലുവയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതില്ലെങ്കിൽ അങ്ങോട്ട് പോകും, ഇല്ലേ? സ്വാഭാവികം. അപ്പം നമ്മൾ സെക്ഷൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവരടുത്ത് പോകണം. നിർഭാഗ്യവശാൽ എന്താണെന്ന് വെച്ചാൽ സെക്ഷൽ മെഡിസിൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം അത് പൈസ ഒരുപാട് കിട്ടുന്ന ഒരു ഫീൽഡല്ല. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഒരു ഇൻപേഷ്യൻ്റ് തെറാപ്പി ഉണ്ടല്ലോ, അത് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അതല്ലാതെ നമ്മൾ ചുമ്മാ OP നോക്കിക്കൊണ്ട് നമ്മൾ 1 മണിക്കൂർ ഇങ്ങനെ വായിട്ടടച്ച് കൗൺസിലിംഗ് ചെയ്ത് ഇതൊക്കെ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടില്ല. അപ്പം സെക്ഷൽ മെഡിസിനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ വേണം, ആൾക്കാരെ കേൾക്കാൻ ഉള്ള മനസ്സ് വേണം, അവര് കുറ്റം പറയാതെ അവരെ മുൻവിധിയോടെ കാണാതെ ഇരിക്കാനുള്ള ആ ഒരു ഇത് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ, അതുമല്ല അവരുടെ ആ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയകരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പേഷ്യൻസ് പലപ്പോഴും ഇതൊന്നും അല്ലാതെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തും യൂറോളജിസ്റ്റിൻ്റെ അടുത്തും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തും ഒക്കെ ഡോക്ടർ പറഞ്ഞ പോലെ പോകുന്നു. അപ്പോൾ അവസാനം കുറേ കഴിഞ്ഞിട്ടാണ് അവർ ഇങ്ങനെ തപ്പിപ്പിടിച്ച് എവിടെയെങ്കിലും എത്തുന്നത്. മാഡത്തിന് തോന്നുന്നത് ഇതിന് ഞങ്ങളുടെ MBBS കരിക്കുലത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ആയി വന്നാൽ ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും? ഈ MBBS കരിക്കുലത്തിൽ നമ്മുടെ ഇപ്പോൾ ഈ ഒഫ്താൽമോളജി, ഓർത്തോപെഡിക്സ്, ENT, സ്കിൻ, ഇതൊക്കെ ഒരു 2 ആഴ്ച ഉണ്ടല്ലോ നമുക്കൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം. അത് എന്തിനാ തരുന്നത്? കാരണം നമ്മൾക്ക് അതിൽ ഒരു ഇഷ്ടം വരുന്നുണ്ടോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയാൽ അത് കഴിഞ്ഞ് നമ്മൾ PGക്ക് പോകുമ്പോൾ ഓക്കെ, എനിക്ക് ആ സമയത്ത് അത് ഇഷ്ടമായി, ഞാനതിന് പോകാം എന്ന് നമുക്കൊരു ചിന്ത വരും. അതേപോലെ സെക്ഷൽ മെഡിസിന് ഒരു 2 ആഴ്ച അത്ര MBBS ടൈമിൽ പറ്റും. ഇനി 10 years ഡൗൺ ദ ലൈൻ, ഒരു 10 വർഷം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് സെക്ഷൽ മെഡിസിനും ഒരു MD അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം
അത് തന്നെ ഒരു വലിയ ബ്രാഞ്ചാകാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അറിയില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ആളുകൾ അതിനെ എടുക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ തെറാപ്പി ഇതേപോലെയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് അതിൽ നിന്ന് കുറച്ചൊരു ഇൻകം കിട്ടുക. അതല്ലെങ്കിൽ ഇൻകം കിട്ടില്ല. അപ്പൊ നമ്മൾ ഈ കഷ്ടപ്പെട്ടൊക്കെ പഠിച്ചിട്ട് നമുക്ക് ഇൻകം കിട്ടിയിട്ടില്ല ഉണ്ടെങ്കിൽ നമുക്കത് പറ്റുമോ? എല്ലാവർക്കും ഫ്രീ ട്രീറ്റ്മെന്റ് കിട്ടുന്നതാണ് എല്ലാവർക്കും സന്തോഷം. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നിനും വിലയില്ല. എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരുടെ മക്കളൊക്കെ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരുമ്പം ഞാൻ ആദ്യം തന്നെ പറയുന്നത്, നോക്കൂ, വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്കാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ ഇസ് ഫ്രീ, എവറിത്തിങ് ഇസ് ഫ്രീ. ദിസ് ഇസ് എ സ്പെഷ്യലൈസ്ഡ് തിങ്. ഞാൻ എൻ്റെ ഒരുപാട് സമയവും എൻ്റെ ഒരുപാട് തലയും ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. സോ ഐ വിൽ ചാർജ്. അതാണ് ആദ്യം പറയുന്നത്. നോ ഫ്രീ ട്രീറ്റ്മെൻറ്റ്. മാഡത്തിൻ്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ എംപതി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിന് എത്ര ഇമ്പോർട്ടൻസ്? എംപതി മാത്രമാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അതെനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ സ്റ്റാഫും വളരെ എംപത്തറ്റിക് ആണ്. ഒരാളെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അവർ പറയില്ല. എംപതി, അതായത് കരുണ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ നമ്മൾ ഇപ്പം എമ്പതി എന്ന് പറയുമ്പം എനിക്ക് നിന്നോട് എമ്പതി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മാത്രമല്ല. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് മുന്നിലിരുന്നിട്ട്, ഡോക്ടറെ കല്യാണം കഴിഞ്ഞു 4 വർഷം ഇതുവരെ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ പറ്റിയിട്ടില്ലേ എന്ന് നമ്മൾ പറഞ്ഞാൽ അപ്പം അവർ ക്ലോസ് ആയി അല്ലേ? ഓ അതെയോ 4 വർഷം, അത് സാരില്ല, നമുക്ക് ശരിയാക്കാന്നേ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ വിഷമം. അപ്പം എനിക്ക് മാത്രമല്ലേ ഇങ്ങനെ പറ്റാതെ ഉള്ളൂ. ആര് പറയുന്നത് നിനക്ക് മാത്രമാണ് പറ്റാതിരിക്കുന്നത്? അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ അറിയാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിൻ്റെ വിഷമം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവിടെ നിന്നാണ് നമ്മൾ പിടിച്ചു തുടങ്ങേണ്ടത്. അപ്പം ഇവരെല്ലാവരും എൻ്റെ അടുത്ത് വരുന്നത് എനിക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സ് പറ്റുന്നില്ല പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ പറയും, ഇവിടെ വാ നമുക്ക് ശരിയാക്കാം. ഇവിടെ വന്നാൽ ഞാൻ ആദ്യം പറയണത് സെക്സേ അല്ല ഇമ്പോർട്ടൻറ്റ് മാരീഡ് ലൈഫിൽ, വേറെ കുറേ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേഷൻ, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, ലവ് ലാംഗ്വേജസ്. ഇനി സെക്സ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, തീരെ പ്രാധാന്യം ഇല്ലാത്തതാണ് ഇൻ്റർകോഴ്സ്. അതിന് വേണ്ടിയിട്ട് അവർ വന്നിരിക്കണം. അപ്പം അവരോട് വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ആദ്യത്തെ ദിവസം പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പം പിന്നെ അവർ ചോദിക്കും, അപ്പം പിന്നെ എന്താ ഇമ്പോർട്ടൻറ്റ്? അതാണ് ഇപ്പം പറയാൻ പോണം. അതൊക്കെ ആണ് നിങ്ങൾ 13 ദിവസം ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞാൽ ഇൻ്റർകോഴ്സ് ചെയ്യാനുള്ള പെർമിഷൻ പോലും ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ മാഡം ഈ ഒരു ഐഡിയോളജി മാഡത്തിന് വന്നു, യു സെഡ് ഡ്യൂറിങ് കോവിഡ് ടൈമിലാണ് മാഡം ഇതിന് പഠിച്ചത്. വാസ് ദെയർ എനി ഒരു ഫാമിലി ഡിസഗ്രിമെന്റ്, ഹു വാസ് യുവർ പില്ലർ ഓഫ് സപ്പോർട്ട് ഇതിനു വേണ്ടിയിട്ട്? തുടക്കത്തിൽ ഫാമിലിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല, എന്നാൽ സപ്പോർട്ട് ഇല്ലായ്മയും ഉണ്ടായിരുന്നില്ല ഈ കാര്യത്തിൽ. നീ എന്തുകൊണ്ടെങ്കിൽ ചെയ്തോ എന്ന മട്ടായിരുന്നു. യൂട്യൂബ് തുടങ്ങിയപ്പോഴും എൻ്റെ മൂത്ത മകനാണ് എനിക്കിങ്ങനെ ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് തന്നിട്ട്, അമ്മ ചെയ്തോ, അമ്മയ്ക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു, അമ്മ ചെയ്തോ, പക്ഷേ സബ്സ്ക്രൈബേഴ്സിനെ പ്രതീക്ഷിക്കേണ്ട, ഇതിൽ നിന്ന് പൈസ ഇപ്പോഴധികം കിട്ടുന്നില്ല കേട്ടോ, എന്നാൽ അതൊന്നും പ്രതീക്ഷിക്കേണ്ട, അമ്മ ചെയ്തോ എന്ന് പറഞ്ഞു. ഇളയ മകനും സാറിനും ഹസ്ബൻഡിനും ഒക്കെ വളരെ എതിർപ്പായിരുന്നു. കാരണം ഗൈനക്ക് ഒബ്സ്റ്ററ്റിക്സ് പ്രാക്ടീസ് പ്രസവം എടുക്കുന്നതൊക്കെ നിർത്തിയിട്ട് ഞാൻ ഈ യൂട്യൂബിൻ്റെ മുന്നിലിരിക്കുമ്പോൾ അവർക്ക് തീരെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പതുക്കെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു തുടങ്ങി. സിൽവർ ബട്ടൺ കിട്ടിയപ്പം എല്ലാവർക്കും സന്തോഷമായി. പിന്നെ അങ്ങനെ ഇതായി. സെക്ഷൽ മെഡിസിനിലേക്ക് വന്നപ്പം എനിക്കൊരു കൺസേൺ തുടക്കത്തിലുണ്ടായിരുന്നു. എനിക്കൊരു കുറച്ച് ആശങ്ക ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് ഇഷ്ടാവുമോ, സാറിന് ഇഷ്ടാവുമോ ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു പബ്ലിക് വേദിയിൽ പറയണതെന്ന്. അപ്പോൾ ഒരു ദിവസം എൻ്റെ വലിയ മകൻ ചെറിയ മകനോട് പറയുന്നത് ഞാൻ കേട്ടു. അപ്പം ഇങ്ങനെ നമ്മുടെ അമ്മ ആരാണ്, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സെക്സ് തെറാപ്പിസ്റ്റ് നമ്മൾ പറയണമല്ലേ. എന്നിട്ട് അവർ ചിരിക്കുക രണ്ടാളും കൂടി. അപ്പം ഞാൻ ചോദിച്ചു, മോനെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട്, കാരണം 29 വയസ്സും 26 വയസ്സുമായി പിള്ളേർക്ക് ഇപ്പോൾ, ആ സമയത്ത് 2 വയസ്സ് ചെറുതാണെന്ന് വെച്ചോ. അപ്പം മൂത്തവൻ പറഞ്ഞു, ഇല്ല, ഐ എം പ്രൗഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് യു ആർ ഡൂയിങ് സച്ച് വീഡിയോസ് ബിക്കോസ് യു ആർ ഏബിൾ ടു എക്സ്പ്ലെയിൻ ഇറ്റ് വെരി വെൽ. ചെറിയ മകൻ പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ അമ്മ, അത് അമ്മ വയ്ക്കോ. എൻ്റെ ഹസ്ബൻഡ് ഹീസ് വെരി പ്രൗഡ്. ആൾക്ക് വളരെയധികം അഭിമാനമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചതിന്. ഈ ഇൻപേഷ്യൻ്റ് തെറാപ്പി തുടങ്ങിയിട്ട് 1 വർഷത്തോളം ആൾ അത്രയൊന്നും ഇൻവോൾവ് അല്ലായിരുന്നു ഇതിൽ. ഞാൻ മാത്രമായിരുന്നു മെയിനായിട്ട്. പിന്നെ എനിക്കിതെല്ലാം കൂടി താങ്ങാൻ പറ്റാതെ ആയപ്പം സ്റ്റാഫും കുറേ കാര്യങ്ങൾ സ്റ്റാഫിന് ചെയ്യാൻ കൊടുത്തു. ഹസ്ബൻഡാണ് യോഗയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നെ മൊബൈൽ ഫോൺ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ മൊബൈൽ ഫോണിലൂടെ ഈ പേഷ്യൻസായിട്ടുള്ള ഗ്രൂപ്പിൽ കോർഡിനേറ്റ് ചെയ്യണത് എല്ലാ ആളാണ്. ആൾ കുറേ കൗൺസിലിംഗ് കൊടുക്കും. ഹീസ് എ വെരി ഗുഡ് ലിസണർ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ്. അപ്പം എനിക്കൊന്നും ഒരു ടീം വർക്കാണ്. അപ്പം പേഷ്യൻസ് വരുമ്പം എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇഷ്ടമായിട്ട് എൻ്റെ കൺസൾട്ടേഷനൊക്കെ എടുത്തിട്ട് മാഡം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ എല്ലാവരും സാറിൻ്റെ ഫാൻസാണ്.
സോ ഇപ്പോൾ ഇതില് ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഈസ് എ വുമൺ. മാഡത്തിന്റെ കേസിൽ ബിഹൈൻഡ് യുവർ സക്സസ് ഹസ്ബൻഡ് ആണോ? ബിഹൈൻഡ് അല്ല, അലോങ് സൈഡ് മീ.